നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമനം നടക്കാത്തതിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധാത്മകമായി മണ്ണ് തിന്ന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയിരുന്നു. LP സ്കൂൾ ടീച്ചർ റാങ്ക് പട്ടികയിലുള്ളവരാണ് മണ്ണ് തിന്ന് പ്രതിഷേധം നടത്തിയത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ മണ്ണ് തിന്ന്, അതായത് മനുഷ്യർ മണ്ണ് തിന്ന് പ്രതിഷേധിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ, അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയ, മണ്ണ് വാരിക്കഴിച്ച് കരഞ്ഞുകൊണ്ടാണ് അവർ ആ മണ്ണ് വാരി കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് തക്കതായ നീതി കിട്ടേണ്ടതായിട്ടുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ വേഗത്തിൽ തന്നെ ഇടപെടൽ നടത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ ഒരു പ്രതിഷേധം നടന്നത്. റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് 1 വർഷം പിന്നിടുകയാണ്. പക്ഷേ നിയമനം നടക്കുന്നില്ല എന്ന ആരോപണം ഉയർത്തിയാണ് ഉദ്യോഗാർത്ഥികൾ സമരവുമായി രംഗത്തെത്തിയത്. അതും വീണ്ടും വരികയായിരുന്നു സമരവുമായി. നേരത്തെയും ഒരു തവണ അവർ സമരം നടത്തിയിരുന്നു. ഇടത് സർക്കാരിന്റെ അവസാന കാലത്തും ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധം നടത്തിയതാണ്. ഇപ്പോൾ VD സതീശൻ സർക്കാർ കയറിയപ്പോഴും അവരുടെ ആ വിഷയത്തിൽ പരിഹാരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണ് തിന്നുകൊണ്ടൊരു സമരത്തിലേക്ക് അവർ കടന്നത്. 2025 മെയ് 31 പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നാമമാത്രമാണെന്നാണ് ഉദ്യോഗാർത്ഥികൾ പരാതി ഉന്നയിച്ചിരിക്കുന്നത്. പല ജില്ലകളിൽ ഇതുവരെ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം കിട്ടാത്ത അവസ്ഥയാണുള്ളതെന്നും ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം മെയ് 31 LP സ്കൂൾ അധ്യാപകരുടെ റാങ്ക് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചത്. പക്ഷേ ലിസ്റ്റ് വന്ന് 1 വർഷം പിന്നിട്ടിട്ടും നിയമനം എങ്ങും എത്താത്ത സാഹചര്യം അനിശ്ചിതത്വത്തിലാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ വ്യക്തമാക്കുന്നു. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഡിവിഷൻ ഹാൾ നേരിടുന്ന അധ്യാപകരെ പ്രധാന അധ്യാപക ഒഴിവുകളിലേക്ക് പുനർവിന്യസിച്ച് വിരമിക്കൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് നിയമനം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആ മണ്ണ് വാരി കഴിച്ചുള്ള ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗതികേട്, മണ്ണ് കഴിക്കുക എന്നത് അത് വളരെ വേദനാജനകം തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളുലയുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അത് കഴിച്ചവരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും അവരുടെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് എന്തുകൊണ്ടാണ് കൂടി വരുന്നതെന്ന് ഒന്ന് ആലോചിക്കുക. നമ്മുടെ ഇവിടെ പഠിച്ച് അത്യാവശ്യം റാങ്ക് ലിസ്റ്റ് വരുന്ന ആൾക്കാർക്ക് കുറച്ച് ജോലി കൊടുക്കുക. അപ്പോൾ ജോലി കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തുവാണ്, ബാക്കിയുള്ളവർക്ക് അതൊരു മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാനും ജോലി മേടിക്കാനും ഒക്കെ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യ നിയമനങ്ങൾ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം. നമുക്കിപ്പോൾ HM പ്രൊമോഷന് അതുപോലെ HSSC പ്രൊമോഷന് എല്ലാം ഈ കേട്ടത്തിൻ്റെ ഇഷ്യൂവും പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുള്ളൂ. പക്ഷേ ഞങ്ങളും പഠിച്ചതാണ്. ഞങ്ങളും ഏകദേശം 3-3.5 വർഷത്തോളം ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ച് പഠിച്ചത്. അപ്പോൾ ഞങ്ങളെ കൂടെ പരിഗണിക്കണം. അതേ എന്തുവാണ് ഇപ്പോൾ മെയിനായിട്ടും ഡിവിഷൻ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രശ്നമാണോ ഡിവിഷൻ ഫോൾ വരിക എന്നുള്ളത്? അത് നമുക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചുകൊണ്ട്, ആ ഡിവിഷൻ ഫോൾ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്കതിന് എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ആലോചിക്കുക. ഇപ്പോൾ ഏകദേശം 1:35 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ UPSC നിൽക്കുന്നത്. അതൊന്ന് കുറയ്ക്കുക. എന്നിട്ട് ഞങ്ങളുടെ കുറച്ച് ആ ഡിവിഷൻ ഫോൾ ഒന്ന് മെയിൻ ചെയ്ത് ഞങ്ങളെ കുറച്ച് പേര് അതിലോട്ടൊന്ന് കയറ്റി, എന്നിട്ട് നമുക്ക് ഇപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മുന്നിൽ വന്നിട്ട് സമരം ചെയ്തിട്ട് തെരുവിൽ സമരം ചെയ്തിട്ട് രാവും പകലും നടന്നിട്ട് കണ്ണു തുറക്കാൻ മനസ്സില്ലെങ്കിൽ മണ്ണ് വാരി തിന്നു ഞങ്ങൾ. എന്തുകൊണ്ടാണ് കൂടി വരുന്നതെന്ന് ഒന്ന് ആലോചിക്കുക. നമ്മുടെ ഇവിടെ പഠിച്ച് അത്യാവശ്യം റാങ്ക് ലിസ്റ്റ് വരുന്ന ആൾക്കാർക്ക് കുറച്ച് ജോലി കൊടുക്കുക. അപ്പോൾ ജോലി കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തുവാണ്,
ബാക്കിയുള്ളവർക്ക് അതൊരു മോട്ടിവേറ്റ് ആയിട്ട് പഠിക്കാനും ജോലി മേടിക്കാനും ഒക്കെ താല്പര്യം വരും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ അത്യാവശ്യ നിയമനങ്ങൾ നടത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമുക്കിപ്പോൾ എച്ച് എം പ്രൊമോഷന് അതുപോലെ HSSC പ്രൊമോഷന് എല്ലാം ഈ കേട്ടത്തിൻ്റെ ഇഷ്യൂവും പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്തു. പക്ഷേ ഞങ്ങളും പഠിച്ചതാണ്. ഞങ്ങളും ഏകദേശം 3-3.5 വർഷത്തോളം ഇതിനു വേണ്ടി മാത്രമായിട്ട് മാറ്റി വെച്ച് പഠിച്ചത്. അപ്പോൾ ഞങ്ങളെ കൂടെ പരിഗണിക്കണം. അതേ എന്തുവാണ് ഇപ്പോൾ മെയിനായിട്ടും ഡിവിഷൻ ഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രശ്നമാണോ ഡിവിഷൻ ഫോൾ വരിക എന്നുള്ളത്? അത് നമ്മൾക്ക് മാറ്റിയെടുക്കുക. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചുകൊണ്ട്, ആ ഡിവിഷൻ ഫോൾ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് നമുക്കതിന് എന്തൊക്കെ സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ആലോചിക്കുക. ഇപ്പോൾ ഏകദേശം 1:35 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ UPSC നിൽക്കുന്നത്. അതൊന്ന് കുറയ്ക്കുക. എന്നിട്ട് ഞങ്ങളുടെ കുറച്ച് ആ ഡിവിഷൻ ഫോൾ ഒന്ന് മെയിൻ ചെയ്ത് ഞങ്ങളെ കുറച്ച് പേര് അതിലോട്ടൊന്ന് കയറ്റി, എന്നിട്ട് നമുക്ക് ഇപ്പോൾ മനോഹരമായ പടം കിട്ടുന്നില്ലേ? റാങ്കിൽ മുന്നിൽ വന്നിട്ട് തെരുവിൽ മണ്ണ് തിന്നുന്നേ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് മുന്നിൽ വന്നിട്ട് തെരുവിൽ സമരം ചെയ്തിട്ട് തെരുവിൽ സമരം ചെയ്തിട്ട് രാവും പകൽ നടന്നിട്ട് കണ്ണു തുറക്കാൻ മനസ്സില്ലെങ്കിൽ